കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കത്തോലിക്ക സഭ പരസ്യ പ്രതിഷേധത്തിനിറങ്ങിയതോടെ അനുനയ ശ്രമവുമായി ബി.ജെ.പി. നേതൃത്വം. രാത്രി 8 മണിയോടെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് സന്ദർശനം നടത്തും. അറസ്റ്റിനെതിരെ ഇന്നും വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ക്രൈസ്തവ സഭയുമായുള്ള സൗഹൃദ നയതന്ത്രം പാളുമോ എന്ന ആശങ്കയിലാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ അനുനയ നീക്കം. കോൺഗ്രസും ഇടതുപക്ഷവും കുളം കലക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ബി.ജെ.പിയുടെ വിമർശനം. എന്നാൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് കഴിഞ്ഞില്ല. ന്യൂ ജനറേഷൻ ചർച്ചസ് പറയുന്നുണ്ട്, അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അത് ജനങ്ങള് കേരളത്തിലെ ക്രിസ്ത്യാനികൾ അത് തീരുമാനിക്കട്ടെ. കേരളത്തിലെ 90% വരുന്ന കേരളത്തിലെ ക്രിസ്ത്യാനികൾ പറയട്ടെന്ന്, ഞാനല്ല പറയേണ്ടത്. ഇതിനിടെ ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിന്റെ നിലപാടിനെതിരെ വിശ്വഹിന്ദു പരിഷത്ത് കേരള ഘടകം രംഗത്തെത്തി. കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്തി എന്നാണ് VHPയുടെ വാർത്താക്കുറിപ്പ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ക്രൈസ്തവ സഭ. അറസ്റ്റിലായ കന്യാസ്ത്രീകൾ അംഗമായ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സഭാംഗങ്ങൾ ചേർത്തലയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. കന്യാസ്ത്രീകൾക്കെതിരായ നടപടിക്ക് പിന്നിൽ പ്രത്യേക അജണ്ടയെന്ന് ഫരീദാബാദ് അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ആരോപിച്ചു. അറസ്റ്റിനെതിരെ ഓർത്തഡോക്സ് സഭാസ്ഥാനമായ കോട്ടയം ദേവലോകത്തും പ്രതിഷേധം സംഘടിപ്പിച്ചു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.